ടി ടെക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നമ്മളുടെ ചൈനയിലുള്ള ഫ്ലോർ റാപ്പിംഗ് മെഷീൻ ഫാക്ടറിയിലാണ്. നമ്മളുടെ ഇവിടുത്തെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നമ്മളുടെ ഫ്ലോർ റാപ്പിംഗ് മെഷീൻ്റെ അസംബ്ലിംഗ് ലൈനാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ കൂടുതലും മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മളുടെ ഐസ് ക്യാൻഡി, അതായത് നമ്മുടെ ചോക്കോബാർ, ഐസ്ക്രീംസ്, അങ്ങനെയുള്ള ബാർസ്, അതുപോലെ നമ്മുടെ കപ്പലണ്ടി മിഠായി മുതലായിട്ടുള്ളത്, അല്ലെങ്കിൽ ബ്രെഡ്സ്, കപ്പ് കേക്ക്സ്, ബിസ്ക്കറ്റ്സ്, ഇതൊക്കെ നമ്മൾ പില്ലോ റാപ്പ് ചെയ്ത് സീൽ ചെയ്യുന്ന മെഷീൻസാണ് നോർമലി ഫ്ലോർ റാപ്പിംഗ് മെഷീൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അസംബ്ലിംഗ് ലൈനാണ് നമ്മളിവിടെ കാണുന്നത്. മെഷീൻ്റെ മേജർ പാർട്ടാണ് എഞ്ചിനാണ് ഈ കാണുന്നത്. അതിൻ്റെ മോട്ടറുകൾ, ഗിയേഴ്സൊക്കെയാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ പല അസംബ്ലിംഗ് ലൈൻസാണ് നമ്മൾ കാണുന്നത്. പല ആൾക്കാരും ഇവിടെ ഇരുന്ന് അസംബ്ലി ചെയ്യുന്ന പോർഷൻസാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് ഡിഫറെൻറ്റ് സൈസസിൽ അവൈലബിൾ ആണ്. നമ്മളുടെ 200 mm മുതൽ നമുക്കൊരു 800 mm വരെ വരാവുന്ന ഡിഫറെൻറ്റ് സൈസസിൽ, ഡിഫറെൻറ്റ് വിഡ്ത്തിൽ ഒക്കെ വരുന്ന മെഷീൻസ് അവൈലബിൾ ആണ്. ഇതുപോലെയാണ് നമ്മളുടെ മെഷീനിൽ പ്രോഡക്റ്റ് ചെയ്തു വരുമ്പോൾ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. നമുക്ക് 2 സ്റ്റോപ്പറുകളുണ്ട്. ഇതിനിടയിൽ നമുക്ക് പ്രോഡക്റ്റ് പ്ലേസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പ്രോഡക്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ വന്ന് ഇത് മുകളിൽ നിന്നാണ് ഫിലിം ഫീഡ് ചെയ്ത് വരുന്നത്. ഇതിൻ്റെ സീലിംഗ് ബോട്ടം സീലിംഗ് ആണ് വരുന്നത്. താഴത്തെ സൈഡിലാണ് സീലിംഗ് വരുന്നത്. ഇവിടെ വന്ന് നമുക്കിതുപോലത്തെ വലിയ പൗച്ചസ്, ഇപ്പം നമ്മളുടെ അവിടെയൊക്കെ 1 കിലോ 1 കിലോ ഒക്കെ വലിപ്പത്തിലുള്ള പൗച്ചസിലായിട്ട് നമുക്കിതിന് ചെയ്യാൻ പറ്റും. ഇത് തന്നെ നമുക്ക് ഒത്തിരി ഡിഫറെൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ്. ഇത് ജസ്റ്റ് പില്ലോ സീലിംഗ് ആണ് വരുന്നത്. ഇനി ഗസറ്റഡ് ടൈപ്പ് സീലിംഗ് വേണമെങ്കിൽ നമുക്കതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ സീലിംഗ് ഓപ്ഷനുള്ള മെഷീൻസ് വരുന്നുണ്ട്. ഇത് അപ്പ് ആൻഡ് ഡൗൺ സീലിംഗ് ഓപ്ഷൻസാണ്. ഇത് നമുക്കിങ്ങനെ ഈക്വലി റൊട്ടേറ്റ് ചെയ്ത് ഗസറ്റഡ് ഓപ്ഷനോട് കൂടിയിട്ടുള്ള ഒരു മെഷീൻ്റെ അസംബ്ലിംഗ് ലൈനാണ് ഈ കാണുന്നത്. ഇനി ഇവിടെ ഈ കാണുന്നതൊക്കെ നമ്മളുടെ പ്രോസസ്സുകൾ നടക്കുന്നതാണ്. ഈ ഫ്ലോർ റാപ്പിംഗ് മെഷീനകത്ത് നമുക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ 2 ടൈപ്പ് മോഡലുകളാണ് വരുന്നത്. ഒന്ന് ഇതുപോലത്തെ ചെയിൻ ഫീഡിംഗ് ആണ് വരുന്നത്. ചെയിനിൻ്റെ 2 സ്റ്റോപ്പറുകളുടെ ഇടയിൽ നമ്മൾ പ്രോഡക്റ്റിനെ പ്ലേസ് ചെയ്ത് വരുന്നതാണ് ചെയിൻ ഫീഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിനി അടുത്ത ഒരു മോഡൽ വരുന്നതാണ് ഇത് ബെൽറ്റ് ഫീഡറാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കൺവെൻഷണൽ മെഷീനിൽ നമുക്ക് വരുന്ന ചെയിനാണ് വരുന്നത്. ഇത് അതിന് പകരം ബെൽറ്റാണ് വരുന്നത്. ബെൽറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലെങ്ത്ത് നമുക്ക് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കൺവെൻഷണൽ മെഷീനിൽ ഒരു ലെങ്ത്തിലുള്ള പ്രോഡക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് വരുമ്പോൾ ഇവിടെ നമുക്കൊരു സെൻസർ ഉണ്ട്. സെൻസർ അനുസരിച്ച് അതിൻ്റെ പ്രോഡക്റ്റ് വരുന്നത് സെൻസ് ചെയ്യും. അതനുസരിച്ച് മൂവ് ആവും. ഇതാണ് സീലിംഗ് പോർഷൻ വരുന്നത്. ഹൈറ്റ് നമുക്കിതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഡിജിറ്റലി നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് നമുക്കിതറിയാം. ഈ പ്രോഡക്റ്റിൻ്റെ വീതി കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് നമുക്കിതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു മെഷീൻ്റെ ടെസ്റ്റിംഗ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇതുപോലെ പ്രോഡക്റ്റ് വരുമ്പോൾ ഈ സെൻസർ ഉപയോഗിച്ച് സെൻസ് ചെയ്ത് അടുത്ത പ്രോഡക്റ്റ് വന്ന വരെ ഈ കൺവെയർ വെയിറ്റ് ചെയ്യും. തൊട്ടടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത് സെൻസ് ചെയ്ത് കയറും. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഈക്വലി നമുക്ക് ഡിജിറ്റലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ പൗച്ചിലായിട്ട് നമ്മളുടെ പ്രോഡക്റ്റ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് കോയിൻസാണ് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ കോയിൻസാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ പാക്കറ്റുകളിലായിട്ട് ഫ്ലോർ റാപ്പിംഗ് മെഷീൻസ് ഉപയോഗിച്ച് നിങ്ങളുടെ പ്രോഡക്റ്റുകളെ നിങ്ങൾക്ക് പാക്ക് ചെയ്യാവുന്നതാണ്. നമ്മളുടെ കയ്യിൽ ഒത്തിരി ഡിഫറെൻറ്റ് മെഷീൻസ് അവൈലബിൾ ആണ്. ടോപ്പ് സീലിംഗ് വരുന്നുണ്ട്, ബോട്ടം സീലിംഗ് വരുന്നുണ്ട്, ചെയിൻ ഫീഡിംഗ് ഉള്ളതുണ്ട്, അതുപോലെ തന്നെ ബെൽറ്റ് ഫീഡിംഗ് ഉള്ളതുണ്ട്. ഇനി സ്റ്റിക്കി ആയിട്ടുള്ള പ്രോഡക്ട്സിനാണെങ്കിൽ അങ്ങനത്തെ ഉണ്ട്. ഇതാണ് നമ്മുടെ സപ്ലയർ. അപ്പോൾ ഇവരോട് ചോദിക്കാം നമ്മളുടെ ഫാക്ടറിയുടെ അഡ്വാൻറ്റേജ് എന്താണ്, എന്തൊക്കെയാണ് ഇവരുടെ പ്രോഡക്ട്സിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് ചോദിക്കാം. How is the product and how the quality you are making assured? Yes, we have been in this field for about 15 years. Okay. So our quality is very good. Yeah. Right. It's about number 3 in Fortran. Yeah. Okay. Right. For the horizontal picking machine. Fashion machine. Okay. Yeah. Okay. Okay. Thank you. Thank you. Yeah. Are you exporting it to Europe? Yeah. We export many machine to all over the world. Okay. Yeah. Right. ഓക്കെ. അപ്പോൾ നമ്മളുടെ ഫാക്ടറി എല്ലാം നിങ്ങൾ കണ്ടു.
ഇപ്പോൾ സപ്ലയറുടെ അടുത്ത് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് ആവശ്യമുണ്ട്, പാക്കിംഗ് മെഷീൻ, കോഡിംഗ് മെഷീൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.